അപ്പോസ്തല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ജെറുസലേം സുനഹദോസ്. യൂദായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമമനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രവചിക്കാൻ സാധ്യമല്ല എന്ന സഹോദരന്മാരെ പഠിപ്പിച്ചു. പൗലോസും ബർന്നബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും തന്മൂലം ജെറുസലേമിൽ ചെന്ന അപ്പോസ്തലന്മാരോട് ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബർന്നബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു. സഭയിൽ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ച അവർ വിജാതിയരുടെ മാനസാന്തര വാർത്ത വിവരിച്ച് കേൾപ്പിച്ചതുകൊണ്ട് ഫിനീഷ്യ, സമരിയ എന്നിവയിടങ്ങളിലൂടെ കടന്നുപോയി. സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുളവാക്കി. ജെറുസലേമിലെത്തിയപ്പോൾ സഭ അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു. ദൈവം തങ്ങൾ മുഖാന്തരം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു. എന്നാൽ ഫരിസേയരുടെ ഗണത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു. അവരെ പരിച്ഛേദനം ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുകയും ആവശ്യമാണ്. ഇക്കാര്യം പരിഗണിക്കാൻ അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ച് കൂടി. വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ, വളരെ മുൻപ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജാതിയറിന്റെ അധരങ്ങളിൽ നിന്ന് സുവിശേഷവചനങ്ങൾ കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്കെന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു. നമ്മൾ അവരും തമ്മിൽ അവിടെ വ്യത്യാസം കൽപ്പിച്ചു. അവരുടെ ഹൃദയങ്ങളെ വിശ്വാസം കൊണ്ട് പ്രവർത്തീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കും നമുക്ക് താങ്ങാൻ വയ്യാതിരുന്ന ഒരു മൃഗം ഇപ്പോൾ ശിഷ്യന്മാരുടെ ചുമലിൽ വെച്ച് കെട്ടി. എന്തിന്? ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു. അവരെ പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നതിന് കർത്താവായ യേശുവിന്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു. സമൂഹം നിശബ്ദമായിരുന്നു. തങ്ങൾ വിജാതിയുടെ ഇടയിൽ നിന്ന് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ബർന്നബാസും പൗലോസും വിവരിച്ചത് ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞത് അവസാനിപ്പിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. തന്റെ നാമത്തിന് വേണ്ടി വിജാതിയരിൽ നിന്ന് ഒരു ജനത്തെ തിരഞ്ഞെടുക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ചതെങ്ങനെയെന്ന് ശിമയോൻ വിവരിച്ചുവല്ലോ. പ്രവാചകന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും. ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. അതിന്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും. അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. ശേഷിക്കുന്ന ജനങ്ങളും എന്റെ നാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിജാതിയരും കർത്താവെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണിത്. അവിടുന്ന് പുരാതന കാലം മുതൽ ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതിയരെ നാം വിഷമിപ്പിക്കരുത് എന്ന് ആണ് എന്റെ അഭിപ്രായം. എന്നാൽ അവർ വിഗ്രഹാരാധന സംബന്ധിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്ത് നെരിച്ച് കൊല്ലപ്പെട്ടവരിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം. എന്തെന്നാൽ തലമുറകൾക്ക് മനുഷ്യനെ തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു. എല്ലാ സഭകളിലും സിനഗോഗുകളിൽ അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. സുനഹദോസ് തീരുമാനം. തങ്ങളിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുത്തത് ബർന്നബാസിനോടും പൗലോസിനോടൊപ്പം അന്ത്യോക്യയിലേക്ക് അയക്കപ്പെടുന്നത് ബന്ധായിരിക്കുമെന്ന് അപ്പോസ്തലന്മാർക്ക് ശ്രേഷ്ഠന്മാർക്ക് സഭയ്ക്ക് മുഴുവനും തോന്നി. സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന ബർന്നബാസ് എന്ന് വിളിക്കുന്ന യുദാസിനെയും സിലാസിനെയും ഒരു എഴുത്തുമായി അവർ അയച്ചു. അത് ഇപ്രകാരമായിരുന്നു: അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലിക്യയിലെയും വിജാതിയരിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. നിങ്ങളിൽ ചില പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനുഷ്യചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്നും ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബർന്നബാസിനോടും പൗലോസിനോടും ഒപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണിയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ യുദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ തന്നെ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കാനാണ് നല്ലത് എന്ന് പരിശുദ്ധാത്മാവിനും നിങ്ങൾക്ക് തോന്നി. വിഗ്രഹങ്ങൾ കൽപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു നെരിച്ച് കൊല്ലപ്പെട്ടവർ, വ്യഭിചാരം എന്നവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് മംഗളാശംസകൾ. അവർ യാത്ര തിരിച്ച് അന്ത്യോക്യയിലെത്തി. ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടി എഴുത്ത് അവരെ ഏൽപ്പിച്ചു. അവർ ആ ഉപദേശം വായിച്ച് സന്തുഷ്ടരായി. പ്രവാചകന്മാർ കൂടിയായിരുന്ന യുദാസും സീലാസും സഹോദരങ്ങൾക്ക് വളരെ ഉപദേശങ്ങൾ നൽകുകയും അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അവർ കുറേ നാൾ അവിടെ ചെലവഴിച്ചു. പിന്നീട് അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സഹോദരൻ അവരെ സൗഹൃദപൂർവ്വം യാത്രയാക്കി. എന്നാൽ പൗലോസും ബർന്നബാസും മറ്റ് പലരോടൊപ്പം കർത്താവിന്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്ത്യോക്യയിൽ താമസിച്ചു. പൗലോസും ബർന്നബാസും വേർപിരിയുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർന്നബാസിനോട് പറഞ്ഞു, വരും, നമുക്ക് കർത്താവിന്റെ വചനം പ്രസംഗിച്ച് എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരന്മാരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്നറിയാം. മാർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനും കൂടി കൊണ്ടുപോകാൻ ബർന്നബാസ് ആഗ്രഹിച്ചു. എന്നാൽ പാംഫിലിയായിൽ വെച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടി കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലതെന്ന് പൗലോസിന്റെ പക്ഷം ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു. ബർന്നബാസും മാർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി. പൗലോസ് സീലാസിനെ തെരഞ്ഞെടുത്ത് അവനോട് കൂടി യാത്ര തിരിച്ചു. സഹോദരരെല്ലാം അവരെ കർത്താവിന്റെ കൃപയ്ക്ക് ഫലമേൽപ്പിച്ച് അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിറിയയിലൂടെ കിലിക്യയിലേക്ക് സഞ്ചരിച്ചു. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിനെ സ്തുതി.